ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലൗക്കി വൻപയർ തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായി ഇവിടെ ഒരു ലൗക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മളുടെ നാടൻ ഭാഷയിൽ ചുരക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ബോട്ടിൽ ഗോർഡ് എന്നാണ്. ചിലർക്കെങ്കിലും ഇത് അറിയാത്തവരായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് ലൗക്കി അല്ലെങ്കിൽ ചുരക്ക ഒന്ന് ചെത്തി അകത്തെ കുരുവൊക്കെ കളഞ്ഞൊന്ന് കഴുകി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ വെള്ളത്തിൽ കുതിർത്തെടുത്ത വൻപയറാണിത്. വൻപയർ കുതിർത്തോ കുതിർക്കാതെയോ നിങ്ങളുടെ ഇഷ്ടാനുസരണം വേവിച്ചെടുക്കാവുന്നതാണ്. ഈ വൻപയറിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് പയറും സ്വല്പം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ പയർ അധികം കുഴയാത്ത രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു സവോള ചെറുതായി അരിഞ്ഞത്, തേങ്ങ 1 കപ്പ്, അവരവരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. വെളുത്തുള്ളിയോ ജീരകത്തിൻ്റെയോ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ തേങ്ങ പീസുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യം തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം. അധികം അരഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചേരുവകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലൗക്കി അല്ലെങ്കിൽ ചുരക്ക കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം 1-2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കുന്ന പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രം ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ഇതിനെ ഇനി ചെറിയ തീയിൽ 2-3 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തോരൻ ചെറു തീയിൽ തന്നെ ഇരുന്ന് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ലൗക്കി വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.